നല്ല അടിപൊളി ഫ്രഷ് കൊഞ്ച് കിട്ടി കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, വീട്ടിൽ വന്ന് തടേ കൊഞ്ചൊക്കെ ഇങ്ങോട്ട് എടുത്ത് 2 പാത്രത്തിലാക്കി വെള്ളമൊക്കെ ഒഴിച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോഴേക്ക് നേരെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഉള്ളി, ക്യാപ്സിക്കവും, ചെറിയ ബീൻസ്, ക്യാരറ്റ് എല്ലാം റെഡിയാക്കി. ഒരിടത്ത് വെള്ളം വെച്ചു, ഒരിടത്ത് സ്ഥലത്ത് കറി വെക്കാനുള്ള പരിപാടിയാണ്. കൊഞ്ചവിടെ റെഡിയായി. കുറച്ച് നല്ല അടിപൊളി ഇലയൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അവിടെ ചോറും റെഡിയാക്കി. ഇനി നമുക്ക് മസാലക്കൂട്ട് ഉണ്ടാക്കുകയാണ്. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് അവിടെ വഴറ്റി മസാലപ്പൊടിയൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടി എല്ലാം ഇട്ടതാ കൊഞ്ചിൻ്റെ ഗ്രേവി റെഡിയായി. ഇനി അങ്ങോട്ട് കുറച്ച് ഉള്ളിയൊക്കെ അങ്ങോട്ട് എടുത്ത് വറുത്ത് മാറ്റി വെച്ച് എന്തിനല്ല ചോറിലോട്ടിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. കുറച്ച് നല്ല അണ്ടിപ്പരിപ്പും അതിൻ്റെ കൂട്ടത്തിൽ കൊഞ്ച് മസാലയൊക്കെ ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇലയൊക്കെ ഇങ്ങോട്ടുള്ള മല്ലിയിലയൊക്കെ ഇട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് അങ്ങോട്ട് കുറച്ച് നേരം അടച്ചു വെച്ചു. അത് എടുത്തുകൊണ്ട് വന്നു. വെള്ളിയാഴ്ച ഉച്ച എല്ലാവരും കഴിക്കാനുള്ള പരിപാടി. വിശന്നിരിക്കുകയായിരുന്നാ. കഴിച്ചു തുടങ്ങി. കൊള്ളാമോ? അടിപൊളിയെന്ന്. കൊള്ളാം. ഞാനും കഴിച്ചു നോക്കി. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊണ്ടെടുത്ത് കഴിച്ചു. ഓഹോ, ഒന്നൊന്നരട്ടി.